Today we have to discuss cube roots. നമ്മൾ ക്യൂബ്സ് എന്താന്ന് കണ്ടു അല്ലെ. നമ്മൾ ക്യൂബ് റൂട്ട് എന്താണെന്നാണ് നോക്കുന്നത്. We use the symbol of ഇതാണ് ക്യൂബ് റൂട്ടിന്റെ സിമ്പൽ. അതായത് നമ്മൾ ഒരു റൂട്ട്, ഒരു സ്ക്വയർ റൂട്ട് ഇങ്ങനെ വരച്ചു, അതിന്റെ ഇടയിൽ 3 എന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റീഡ് ചെയ്യുന്നത് ക്യൂബ് റൂട്ട് എന്നാണ് നമ്മൾ ഇതിനെ റീഡ് ചെയ്യുന്നത്. വെറുതെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ നമ്മൾ ഇത് സ്ക്വയർ റൂട്ട് എന്നാണ് പറയുന്നത് അല്ലെ. ഇത് സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ ക്യൂബ് റൂട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ 3 എഴുതും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മളത് റീഡ് ചെയ്യുന്നത് ക്യൂബ് റൂട്ട് എന്നാണ്. ഓക്കെ, അപ്പൊ ക്യൂബ് റൂട്ടിന്റെ സിമ്പൽ ആണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ടു എന്ന് പറയുന്നത് 8ന്റെ ക്യൂബ് റൂട്ടാണ്. നമുക്കറിയാം 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. 8ന്റെ ക്യൂബ് റൂട്ട് ആണ് 2 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിംബോളിക്കലി എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇവിടെ 3 ഇട്ടു, എന്നിട്ട് നമ്മൾ റൂട്ട് വരച്ചു, 8 എന്ന് എഴുതി. ഇത് നമ്മൾ റീഡ് ചെയ്യുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 8. ക്യൂബ് റൂട്ട് ഓഫ് 8 ഈക്വൽ ടു 2 ആണ്. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. അതോടൊപ്പം 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. 27ന്റെ ക്യൂബ് റൂട്ട് ഓഫ് 27 ഈക്വൽ ടു 3 എന്നാണ് നമ്മൾ ഇത് റീഡ് ചെയ്യുന്നത്. അപ്പൊ ഈ സിമ്പൽ ഓർത്തോണം. ഇങ്ങനെ ഒരു സിമ്പൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്യുന്നത് ക്യൂബ് റൂട്ട് എന്നാണ് റീഡ് ചെയ്യുന്നത്. ആ റൂട്ടിന്റെ ഉള്ളിൽ നമ്പർ കാണും. അപ്പൊ നമ്മൾ അതിനെ ക്യൂബ് റൂട്ട് ഓഫ് 25 അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 10 നമുക്ക് ഏതാണോ തരുന്നത് നമ്മൾ അങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്യൂബ് റൂട്ടിന്റെ സിമ്പൽ ആണ് നമ്മൾ നോക്കിയേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 1ന്റെ ക്യൂബ്. 1 ക്യൂബ് ഈസ് 1. ക്യൂബ് റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി 2 ക്യൂബ് 8 ആണ്. 8ന്റെ ക്യൂബ് റൂട്ട് 2 ആണ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. 27ന്റെ ക്യൂബ് റൂട്ട് 3 ആണ് വരുന്നത്. 4 ക്യൂബ് 64 ആണ്. 64ന്റെ ക്യൂബ് റൂട്ട് ആണ് 4 വരുന്നത്. ഓക്കെ, 5 ക്യൂബ് 125. 125ന്റെ ക്യൂബ് റൂട്ട് ആണ് 5. ദെൻ 6 ക്യൂബ് 216. 216ന്റെ ക്യൂബ് റൂട്ട് ആണ് 6 വരുന്നത്. 7 ക്യൂബ് 343 ആണ്. 343യുടെ ക്യൂബ് റൂട്ട് ആണ് 7 വരുന്നത്. 8 ക്യൂബ് 8 into 8 into 8 512 ആണ്. 512ന്റെ ക്യൂബ് റൂട്ട് 8 വരുന്നു. ദെൻ 9 ക്യൂബ് 729 ആണ്. 729ന്റെ ക്യൂബ് റൂട്ട് ആണ് 9 വരുന്നത്. അതുപോലെ 10ന്റെ ക്യൂബ് 1000. 1000ന്റെ ക്യൂബ് റൂട്ട് ആണ് 10 വരുന്നത്. അപ്പൊ 10 വരെയുള്ള ക്യൂബ് റൂട്ട്സ് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. 343 ഒക്കെ പെട്ടെന്ന് അതിന്റെ ക്യൂബ് റൂട്ട് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 7 എന്നൊക്കെ ഒരു 10 വരെയുള്ള നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, എക്സസൈസ് 7.2 നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ക്യൂബ് റൂട്ട് ബൈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. നമ്മൾ സ്ക്വയർ റൂട്ട് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെയാണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം, സെയിം ആയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് സ്ക്വയർ റൂട്ടിനകത്ത് ക്യൂബ് റൂട്ടിനകത്തും ഉള്ളത്. സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 2 എണ്ണത്തിൽ നിന്നാണ്. ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 3 എണ്ണം ഗ്രൂപ്പ് ആക്കിയിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ 64 ആണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ. 64നെ നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. 64നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണ്. 2, 32, 260, 2, 8, then 2, 4, 2, 2, 2, 1. ഇങ്ങനെയാണ് നമുക്ക് ഫാക്ടേഴ്സ് കിട്ടിയേക്കുന്നത്. അപ്പൊ 64 ഈക്വൽ ടു നമുക്ക് ഫാക്ടേഴ്സ് എഴുതാം. 2 into 2 into 2 into 2 into 2. 6 2s ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലെ. ഇതിന്റെ 3 നമുക്കറിയാം ഗ്രൂപ്പ് ആക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ 3 നമ്പേഴ്സ് വെച്ചാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ 2 കിട്ടി, ഇവിടെയും 2 കിട്ടി. അപ്പൊ 64 ഈക്വൽ ടു നമുക്ക് 4 എന്ന് കിട്ടി. അപ്പൊ 4 എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന നമ്പർ 4 ആണ്. 64 ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പൊ അതായത് 4ന്റെ ക്യൂബ് റൂട്ട് ആണ് 64 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ അനുസരിച്ച് എഴുതാൻ പഠിച്ചു അല്ലെ. ഇതിനെ നമ്മൾ ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലെ. ഇതാണ് ക്യൂബ് റൂട്ടിന്റെ സിമ്പിൾ. ക്യൂബ് റൂട്ട് ഓഫ് 64 ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 512 ആണ്. 512നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 2s are 5, then 6 കിട്ടുന്നു. again 2, 1 2 8 കിട്ടി. then again 2 64 കിട്ടി. then 2 32,
then 2 16, then 2 8, then 2 4, 2 2 2 1 എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് ഒന്ന് എഴുതാൻ നോക്കി. എത്ര 2 ആണുള്ളതെന്ന് നോക്കി. 1 2 3 4 5 6 7 8 9 2s ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം 2 into 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 2 9 2s ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ഗ്രൂപ്പ് ആക്കി, വീണ്ടും ഒരു ഗ്രൂപ്പ് ആക്കി, വീണ്ടും നമുക്കൊരു ഗ്രൂപ്പ് ആക്കാം അല്ലെ. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 512 ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇനി എഴുതിയാൽ മതി. ക്യൂബ് റൂട്ട് ഓഫ് 512 എന്ന് പറഞ്ഞാൽ നോക്കിയേ 2 2 2 അല്ലെ. 2 into 2 4, 4 into 2 8 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് എഴുതാം ക്യൂബ് റൂട്ട് ഓഫ് 512 എന്ന് പറഞ്ഞാൽ 8 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ അനുസരിച്ച് വേണം നമുക്കിനി വേഗം തന്നെ എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ 10,648 ആണ്. 10,648നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും അല്ലെ. വൺസിന്റെ പ്ലേസ് 2 ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 2s are 10, 3 2s are 6, 2 2s are 4, 4 2s are 8. 5,324 കിട്ടും. വീണ്ടും നമുക്ക് വൺസിന്റെ പ്ലേസ് 4 ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,662 കിട്ടുന്നു. ഓക്കെ, വീണ്ടും നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 1,331 എന്ന് കിട്ടുന്നു. 1,331 നമുക്ക് 3 കൊണ്ടോ 7 കൊണ്ടോ ഒന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 11 എന്ന് പറയുന്ന പ്രൈം ഫാക്ടർ കൊണ്ട് മാത്രമാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1,331 ഡിവൈഡ് ചെയ്യുമ്പോൾ 121 കിട്ടുന്നു. എഗെയിൻ 11 11 11 1 കിട്ടുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂബ് റൂട്ട് ഓഫ് 10,648 ആണ് അല്ലെ. അപ്പൊ 10,648 നമുക്ക് ഫാക്ടേഴ്സ് എഴുതാം. 2 into 2 into 2 into 11 into 11 into 11 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യാം. ആദ്യം ഒരു ഗ്രൂപ്പ് എടുത്തു, പിന്നെ നമുക്ക് 3 11 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് 2 into 11 ആണ്. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 10,648 ഈക്വൽ ടു 2 into 11 22 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, then the next question 27,000. next fourth sub question ആണ്. 27,000 ആണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ. 27,000നെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പൊ 27,000 നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 13,500 കിട്ടുന്നു. again we have to divide with 2, then we get 6,750. again we have to divide with 2, we get 3,375 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കിതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1,125 കിട്ടി. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 375 കിട്ടി. ഓക്കെ, വീണ്ടും നമുക്കിതിനെ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 125 കിട്ടുന്നു. ഇനി നമുക്ക് 5 കൊണ്ടേ പറ്റുള്ളൂ. 25 again 5 5 5 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതാം. വലിയൊരു നമ്പർ ആണ് അല്ലെ. 27,000 നമ്മൾ ഫാക്ടേഴ്സ് എഴുതുകയാണ്. ഇവിടെ 3 2 ഉണ്ട്, ഇവിടെ 3 3s ഉണ്ട്, ഇവിടെ 3 5ഉം കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. അപ്പൊ ഇവിടെ നമുക്കൊരു 2 എടുക്കാം, ഇവിടുന്ന് ഒരു 3 എടുക്കാം, ഇവിടുന്ന് ഒരു 5 എടുക്കാം അല്ലെ. അപ്പൊ 2 into 3 6, 6 into 5 30 കിട്ടുന്നു. ഓക്കെ, അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 27,000ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 30 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ 15,625 ആണ്. നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നോക്കിയേ, 15,625നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3,125 കിട്ടുന്നു. വീണ്ടും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 5s are 30, 2 5s are 10, 625 കിട്ടി. വീണ്ടും നമുക്ക് ഇതിനെ 5 കൊണ്ട് ചെയ്യാം. 125 കിട്ടുന്നു. again 5
then 25, again 5, 5, 5, 1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് 3 ഉണ്ട്, ഇവിടെ നമുക്ക് 5, 3 ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു 5 എടുക്കാം, ഇവിടുന്ന് ഒരു 5 എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് 15,625 എന്ന് പറഞ്ഞാൽ 5 into 5 എന്ന് കിട്ടി, ദാറ്റ് ഈസ് 25. ഓക്കെ, അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 15,625 ഈക്വൽ ടു 25 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, then 6th ക്വസ്റ്റ്യൻ നോക്കിയേ, 13,824. ഇതാണ് നമ്മളുടെ 6th ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 13,824 ആണ്. നമുക്ക് ഡിവൈഡ് ചെയ്യാം. 13,824 വൺസിന്റെ പ്ലേസ് 4 ആയതുകൊണ്ട് തന്നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 6,912 കിട്ടുന്നു. Again we have to divide with 2. We get 3,456. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,728 കിട്ടി. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 864 കിട്ടി. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 432 എന്ന് കിട്ടി. ഓക്കെ, again we have to divide with 2. 2 2s are 4, 1 216 കിട്ടി. again 2 108 കിട്ടി. again 2 54 കിട്ടി. ഓക്കെ, 54നെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27 കിട്ടുന്നു. then 3 9 3 3 3 1 എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. നോക്കിക്കേ, ആദ്യത്തെ 3 2 ഒരു 2 എടുക്കാം, അടുത്ത 3 2ൽ നിന്ന് എടുക്കാം, അടുത്ത 3 2ൽ നിന്ന് എടുക്കാം, പിന്നെ നമുക്ക് 3 3 ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ 13,824 നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പൊ നമുക്ക് 2 into 2 into 2 into 3 ആണ് കിട്ടിയേക്കുന്നത്. 2 into 2 4, 4 into 2 8, 8 into 3 24 കിട്ടി. അപ്പൊ നമുക്ക് എഴുതാം ക്യൂബ് റൂട്ട് ഓഫ് 13,824 ഈക്വൽ ടു 24 എന്നാണ് ആൻസർ കിട്ടിയേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1,10,592. ഒരു വലിയൊരു നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. 1,10,592. ഓക്കെ, ഇതിനെ നമുക്ക് ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 55,296 എന്ന് കിട്ടും. നിങ്ങൾ സൈഡിൽ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോണം. again we have to divide with 2. 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 27,648 എന്ന് കിട്ടി. again we have to divide with 2. we get 13,824. again we have to divide with 2. we get 6,912. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 3 2s are 6, 4 2s are 8, 5 3,456 കിട്ടി. again we have to divide with 2. 1,728 എന്ന് കിട്ടുന്നു. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 864 കിട്ടി. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 432 കിട്ടി. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 216 കിട്ടി. then again 2 108. വീണ്ടും 2 നമുക്ക് 54 കിട്ടി. വീണ്ടും 2 27 കിട്ടി. വീണ്ടും 27 നമ്മൾ ചെയ്യുമ്പോൾ 3 കിട്ടി. 9 3 3 3 3. ഒരു വലിയൊരു നമ്പർ ആയിരുന്നു അല്ലെ, 1,10,592. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ അത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ആദ്യത്തെ 3 2ൽ നിന്ന് ഒരു 2, വീണ്ടും 3 2, വീണ്ടും 3 2, വീണ്ടും 3 2, പിന്നെ നമുക്ക് 3 3 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം 1,10,592 നമുക്ക് ഫാക്ടേഴ്സ് ചെയ്തപ്പോൾ 2 into 2 into 2 into 1 2 3 4 വരും അല്ലെ, into 3 ആണ് വന്നിരിക്കുന്നത്. 2 into 2 4, 4 2s are 8, 8 2s are 16, 16 into 3 48 എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് 1,10,592 ഈക്വൽ ടു
48 എന്ന് കിട്ടി. ഇത് ചെയ്യുമ്പം എങ്ങും തെറ്റാതെ വേണം കാൽക്കുലേഷൻ ചെയ്യാൻ. ഡിവൈഡ് ചെയ്യുമ്പം കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോവുക. ഒരു നമ്പർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഇവിടെ തെറ്റിപ്പോവും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ 46,656 എന്ന് പറയുന്ന നമ്പറാണ് അല്ലേ. ഓക്കെ, നമുക്കിതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 23,328 എന്ന് കിട്ടി. വീണ്ടും നമ്മൾ ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു, 11,664 കിട്ടി. Again we have to divide with 2. We get 5,832. Again we have to divide with 2. We get 2,916. Again we have to divide with 2. We get 1,458. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 729 കിട്ടുന്നു. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 243 കിട്ടി. 243നെ നമുക്ക് 3 കൊണ്ടേ പറ്റുള്ളൂ. 81, then 3 27, then 3 9, 3 3 3 1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ ഇത് ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ് 3 2, സെക്കൻഡ് ദെൻ 3 3 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു 3 നമുക്ക് നമ്മൾ ചെയ്തതിൽ എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ആൻസർ നോക്കിയേ. 48th ക്വസ്റ്റ്യൻ 46,656. ഓക്കെ, ഇത് ഞാൻ ഫാക്ടറൈസേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 23,328 കിട്ടി. Again to 11,664. Again to 5,832. വീണ്ടും 2 കൊണ്ട് 2,916. Again to 1,458. Then to 729. 729 നമുക്കിനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 243. Then 3 81, 3 27, 3 9, 3 3 3 1. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് കിട്ടി. നമുക്ക് ഇവിടെ തന്നെ ഗ്രൂപ്പ് ചെയ്തു. അപ്പൊ 46,656ന്റെ ഫാക്ടേഴ്സ് എഴുതിയപ്പം 2 into 2 into 3 into 3 ആണ് കിട്ടിയേക്കുന്നത്. ദാറ്റ് ഈസ് 2 into 2 4, 4 3s are 12, 12 3s are 36 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ട് ഓഫ് 46,656 ഈക്വൽ ടു 36 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇനി. ഓക്കെ, അടുത്തത് ഒരു വലിയൊരു നമ്പർ ആണ്. 1,75,616 ആണ്. ഓക്കെ, നമുക്കിതിനെ 2 വെച്ച് ആദ്യം ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 87,808 കിട്ടുന്നു. വീണ്ടും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 43,904 കിട്ടി. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 21,952 കിട്ടി. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10,976 എന്ന് കിട്ടുന്നു. Again we have to divide with 2. We get 5,488. വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു 2 കൊണ്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2,744 കിട്ടി. വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,372 എന്ന് കിട്ടി. Again we have to divide with 2. Then we get 686. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 343 കിട്ടി. 343 നമുക്ക് പിന്നെ 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 49. Then 7 7 7 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ് 3 2 ഉണ്ട്, വീണ്ടും 3 2 ഉണ്ട്, വീണ്ടും 3 2 ഉണ്ട്, പിന്നെ 3 7 ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ 1,75,616 ഈക്വൽ ടു 2 into 2 into 2 into 7 എന്ന് കിട്ടി. 2 into 2 4, 4 2s are 8, 8 into 7 56 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ക്യൂബ് റൂട്ട് ഓഫ് 1,75,616 ഈക്വൽ ടു 56 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ,
ഓക്കെ, ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 91,125. ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ് കിടക്കുന്നത് അല്ലെ. പിന്നെ നമ്മൾ ഇത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിനെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 9 + 1 10, 11, 11 + 2 13, 13 + 5 18. 18 എന്ന് പറയുന്ന ഒരു 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 30,375 എന്ന് കിട്ടുന്നു. വീണ്ടും നമുക്ക് ഇതിനെ 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 10,125 എന്ന് കിട്ടി. Again we have to divide with the 3. We get 3,375 എന്ന് കിട്ടുന്നു. 3,375നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1,125 എന്ന് കിട്ടി. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 375 എന്ന് കിട്ടുന്നു. Again we have to divide with the 3. We get 125. Okay. വീണ്ടും നമുക്ക് 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 25. 5 5 5 1. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ അതൊന്ന് ഗ്രൂപ്പ് ചെയ്യാം. ആദ്യത്തെ 3 എടുത്തു, പിന്നെ 3 എടുത്തു, പിന്നെ നമുക്ക് 3 5s ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 91,125 ഈക്വൽസ് 3 × 3 × 5. ഓക്കെ, 3 × 3 9, 9 × 5 45 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് 91,125 ഈക്വൽ ടു 45 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റിനകത്ത് 7.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 10 സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് ഡിവിഷൻ ചെയ്യുമ്പോൾ തെറ്റിക്കാതെ ചെയ്യുക. ഓക്കെ.